ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന നമ്മൾ വീടിൻ്റെയൊക്കെ സ്റ്റെയർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റെയറിൻ്റെ അടിവശം നമുക്ക് എങ്ങനെ ഉപകാരപ്രദമായ രീതിയിൽ ഒരു ബാത്റൂം അറ്റാച്ച്ഡ്, അതായത് റൂമിനോട് അറ്റാച്ച് ചെയ്തൊരു ബാത്റൂം ആക്കി എടുക്കാം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സ്റ്റെയറിൻ്റെ താഴെ നമുക്ക് ആദ്യമേ തന്നെ വേണ്ട ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ നോക്കുക. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, സ്റ്റെയറിൻ്റെ താഴെയാണ് വന്നിരിക്കുന്നത്. സ്റ്റെയർ ഇതിൻ്റെ വരുന്നത്, അതുപോലെ തന്നെ ലാൻഡിങ് വരുന്നുണ്ട്. ഈ ലാൻഡിങ്ങിൻ്റെ താഴെ നമുക്ക് കണ്ടോ, ഈ ലാൻഡിങ്ങിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ബാത്റൂം വന്നിരിക്കുന്നത്. ഈ ബാത്റൂം സ്റ്റെയറിനോട് ചേർന്നുള്ള ബെഡ്റൂം ആയതുകൊണ്ട് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും ആക്കി എടുക്കാൻ സാധിക്കും. നമ്മൾ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ആ വരുന്ന ലെവലിനനുസരിച്ചിട്ട് ആദ്യമേ തന്നെ നമ്മൾ വാഷ് ബേസും കൊടുത്തു, പിന്നെ ക്ലോസറ്റ് കൊടുത്തു, പിന്നെ അതുപോലെ തന്നെ ഡൈവേർട്ടർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാം തന്നെ നമ്മൾ CPVCയുടെ പൈപ്പുകളാണ് അടിച്ചിരിക്കുന്നത്. അതായത് CPVC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പാണ് അടിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്നത് ഡൈവേർട്ടറാണ്. ഡൈവേർട്ടർ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റിട്ടേൺ വരുന്ന വെള്ളം, ചൂടുവെള്ളം പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൈലിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഈ കിടക്കുന്ന എല്ലാം ടൈലിൻ്റെ ഉള്ളിലുള്ള പീസുകളായതുകൊണ്ട്, അതായത് പൈപ്പുകളായതുകൊണ്ട് ഹൈ ചൂടുവെള്ളം വന്നു കഴിഞ്ഞാൽ PVC ഉരുകി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ബാത്റൂമിൻ്റെ അകത്ത് എല്ലാം തന്നെ PVC മാറ്റി നമ്മൾ CPVC കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പച്ചവെള്ളത്തിനും ചൂടുവെള്ളത്തിനും CPVC പൈപ്പ് തന്നെ കൊടുക്കുക. അതിനുശേഷം പുറത്തേക്ക് ഇട്ടതിന് ശേഷം ബാത്റൂമിൽ പുറത്തേക്ക് ഇട്ടതിന് ശേഷം പച്ചവെള്ളം വേണ്ടത് പച്ചവെള്ളം കണക്ട് ചെയ്യാം, ചൂടുവെള്ളം വേണ്ടത് ചൂടുവെള്ളം കണക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഷ് ബേസിൻ കഴിഞ്ഞു. പിന്നെ ഇത് ക്ലോസറ്റിൻ്റെ ഏരിയ നമ്മളൊരു കോർണറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഏതാണ് ക്ലോസറ്റ് നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള മെഷർമെൻറ്റാണ് 4 ഇഞ്ചിൽ വരുന്നത്. കാരണം പല ടൈപ്പ് ക്ലോസറ്റുകൾ അതിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് പല അളവുകളായിട്ടായിരിക്കും. 300 mm, 220 mm, 280 mm, അങ്ങനെ പല ടൈപ്പ്, 200 mm, അങ്ങനെ പല ടൈപ്പുകളായിട്ടാണ് അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതാണ് സെലക്ട് ചെയ്യുന്നത് അത് നോക്കി നമ്മൾ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡൈവേർട്ടർ സിസ്റ്റം കൊടുത്തിരിക്കുന്ന റൈറ്റ് സൈഡാണ് നമ്മുടെ പച്ചവെള്ളം വന്ന് വരുന്നത്. റൈറ്റ് സൈഡ് കൊടുത്തു. ലെഫ്റ്റ് സൈഡാണ് ചൂടുവെള്ളം വന്നിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ അതുപോലെ സെപ്പറേറ്റ് പൈപ്പുകൾ അടിച്ച് കൊണ്ടുപോയി പച്ചവെള്ളം കണക്ട് ചെയ്യുന്ന എല്ലാം തന്നെ കോമൺ ആയതുകൊണ്ട് പച്ചവെള്ളം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മൾ ലൂപ്പ് ചെയ്ത് എടുക്കും. അതിനുശേഷം നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ പച്ചവെള്ളത്തിൻ്റെ പൈപ്പ് നമ്മൾ പുറത്തേക്കാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ വരുന്നത് സ്പൗട്ട് നമ്മൾ 75 സെൻറ്റിമീറ്ററിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഡൈവേർട്ടർ ഉറപ്പിച്ചിരിക്കുന്നത് 120 സെൻറ്റിമീറ്ററിലാണ് ഡൈവേർട്ടർ ഉറപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും ടോപ്പ്, അതായത് 7 അടി വരാവുന്ന രീതിയിൽ, അതായത് ഏകദേശം നമുക്ക് മാക്സിമം നമ്മൾക്ക് നിന്ന് കുളിക്കുന്നതിന് റെയിൻ ഷവറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ മുട്ടാത്ത ഒരു ഹൈറ്റ് നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ട്. മിനിമം 7 അടിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനേക്കാൾ ഉയരത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത്. പിന്നെ അതുപോലെ തന്നെ സ്പൗട്ട് കൊടുത്തിട്ടുണ്ട്. ഡൈവേർട്ടർ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾ, ഡൈവേർട്ടർ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ജാഗോറിൻ്റെയാണ് ഡൈവേർട്ടർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് സെറ, അതുപോലെ തന്നെ പല കമ്പനികൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ കുളിക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് നമ്മുടെ ഫ്ലോർ ട്രാപ്പ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് ട്രാപ്പിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഒഴുകി പോകണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോസറ്റിൻ്റെ ഏരിയയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തെന്നി വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഉള്ള സ്ഥലത്ത്, അതായത് ഒരു സ്റ്റെയറിൻ്റെ താഴെ എങ്ങനെ അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്യാമെന്നും അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്നും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ചൂടുവെള്ളം പച്ചവെള്ളത്തിനും വേണ്ടിയിട്ട് നമ്മൾ CPVC അടിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.